എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഫാക്ടറി കാണിക്കും. ഫാക്ടറിയിലാണെങ്കിൽ ഒരുപാട് ടോയ്സ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി രാപകലില്ലാതെ ജോലി ചെയ്യാണ്. ആ ട്രെബോളും ഷുഗറും അവർ രണ്ടുപേരും ചേർന്ന് ഒരുപാട് പേരെ ടോയ്സ് ആക്കി മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ലിയോയുടെ കയ്യിൽ ഒരു പോയിസൺ ഫ്രൂട്ട് ഉണ്ട്. അതെങ്ങനെയെങ്കിലും ഷുഗർ കഴിക്കുന്ന ആ ഫ്രൂട്ട്സിന്റെ ഇടയിലേക്ക് വെച്ച് അവളെ കൊല്ലണം. അതാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഫസ്റ്റ് പ്രയോറിറ്റിയും പ്ലാനും. അങ്ങനെ നടന്നാൽ മാത്രമേ ഒരുപാട് പേരെ അവർക്ക് പഴയതുപോലെ ആക്കി മാറ്റാൻ പറ്റൂ. ട്രെബോളിനെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഈച്ച ആകെ ഡിസ്ട്രാക്ട് ചെയ്യാണ്. അവൻ അല്പനേരം അതിനെ ഫോക്കസ് ചെയ്യും. അതിനുശേഷം എന്റെ സ്ലൈം പവർ അതെയിം ചെയ്ത് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ ഈച്ച ഫ്ലാറ്റ് ആവും. ആ സ്ലൈം അതങ്ങനെ തെറിച്ചുപോയി ആ ബിൽഡിങ്ങിന്റെ 3 പാളികൾ തകർത്ത് ഇപ്പൊ അവിടെ ഒരു ദ്വാരം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരും ലിറ്റിൽ പീപ്പിൾസും അങ്ങനെ എല്ലാവരും ഇപ്പൊ അവന്റെ പവർ കണ്ട് ഷോക്കാവും. അവന്റെ സ്ലൈമിന്റെ പവർ അത് അൺബീറ്റബിൾ ആണ്. അത് വെച്ച് അറ്റാക്ക് ചെയ്താ പിന്നെ ആരും ജീവനോടുകൂടെ ഉണ്ടാവില്ല. പക്ഷെ ലിയോയ്ക്കാണെങ്കിൽ ഉസോപ്പിൽ ഭയങ്കര വിശ്വാസമാണ്. തീർച്ചയായിട്ടും ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. അവനെ കൊണ്ട് ഒരു പക്ഷേ ഈച്ചയെ തകർക്കാനായിട്ട് കഴിയും. പക്ഷെ എനിക്ക് ഈച്ചയെ കഴിഞ്ഞ് സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഈച്ചയെ കഴിഞ്ഞ് വേഗത്തിൽ ഹൈ സ്പീഡിൽ അവൻ ആ ഫ്രൂട്ടുമായിട്ട് ഓടുകയാണ്. ലിറ്റിൽ പീപ്പിൾസിന്റെയും ഉസോപ്പിന്റെയും റോബിന്റെയും എല്ലാവരുടെയും ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി കൂടി വരും. അവനങ്ങനെ ഓടി ഓടി അവരുടെ അടുത്ത് എത്താനാവുന്ന സമയം കറക്റ്റായിട്ട് നമ്മുടെ റോബിൻ അവനെ 2 കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ്. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. റോബിൻ ലാൻഡ് എന്തിനാ എന്നെ ഇപ്പൊ ഹോൾഡ് ചെയ്ത് ചിന്തിച്ച് അങ്ങനെ വണ്ടടിച്ച് നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് മത്സരം നടക്കുന്ന മാൻഷനിലാണെങ്കിൽ ഇപ്പൊ വെർജസിന് നേരെ വലിയൊരു മോൺസ്റ്റർ ഫിഷ് അതിന്റെ വായൊക്കെ പിളർന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ ചാടി വരികയാണ്. വെർജസ് ആണെങ്കിൽ പതറില്ല. ഫിഷ് ക്ലോസ് എത്തേണ്ട താമസം അവനവന്റെ കൈ ചുരുട്ടി ഒരൊറ്റ ഇടി. അത് വന്ന ഡബിൾ ഫോഴ്സിൽ തിരികെ പോവാണ്. അവന്റെ ആ ഇടിയുടെ ഫോഴ്സ് അത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെയും ആങ്കറിനെയും എല്ലാം തന്നെ ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. അവൻ ഇടിച്ച ഫിഷ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ജനങ്ങളെ ഇടിച്ച് നിരപ്പാക്കി ചുമരും തകർത്ത് പുറത്തേക്ക് പോവും. അത് കണ്ട വില്ലനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആക്ച്വലി ബ്ലാക്ക് ബിയർഡിന്റെ മെയിൻ കമാൻഡേഴ്സിൽ ഒരാളാണ് ഇവൻ. റെബേക്കയ്ക്ക് ആണെങ്കിൽ അവന്റെ പവറൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നും. അപ്പൊ ദൂരത്തായിട്ട് മറ്റൊരു മോൺസ്റ്റർ ഫിഷ് അതിപ്പോ അങ്ങനെ ഉയർന്ന് നീന്തി വരികയാണ്. ആക്ച്വലി അതിന്റെ മുകളിലാണ് ആ ഒരു ഡെവിൾ ഫ്രൂട്ട് ഉള്ള ബോക്സ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു ഫിഷിന്റെ നമ്പർ അത് നമ്പർ 1 ആണ്. അതൊറ്റയ്ക്കായിരിക്കില്ല. അതിനോടൊപ്പം ഒരുപാട് വേറെയും മോൺസ്റ്റർ ഫിഷുകൾ ഉണ്ടാവും. അവറ്റകളെല്ലാം ഇപ്പൊ ഡീമൺ ടേയുടെ നേർക്ക് എടുത്ത് ചാടുകയാണ്. സാബോ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവന്റെ സ്ക്വാഡൊക്കെ എടുത്ത് നമ്പർ 1 ഫിഷിനെ അതിനെ തന്നെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് ഇപ്പൊ ഓരോ ഫിഷുകളെ ആട്ടിച്ച് തെറിപ്പിക്കുകയാണ്. നമ്പർ 1 ഫിഷ് അത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ റെബേക്കയാണ്. അവൾ എടുത്തു ചാടി നൈസായിട്ട് ആ ബോക്സ് ഉള്ള ചെയിൻ അത് കട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആ ഫിഷ് ആണെങ്കിൽ അവൾ അടിച്ച് താഴെയിടുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ സാബോ ആണെങ്കിൽ ആ ഫിഷിന്റെ മേലേക്ക് ചാടി കയറി ആ ചെയിൻ കട്ട് ചെയ്ത് ബോക്സ് എടുക്കാൻ ശ്രമിക്കും. അത് കണ്ട വെർജസ് ആണെങ്കിൽ അവന്റെ ഷോക്ക് വേവ്സ് അത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ ഉഷാറാവും. ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അവരെല്ലാവരും പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ചെതറി ഓടും. റെബേക്കയാണെങ്കിൽ പച്ചത്തലേന്റെ പിന്നിൽ വന്ന് ഒളിച്ചു നിൽക്കുകയാണ്. ഇവിടെ സാബോ അവനാണെങ്കിൽ യാതൊരു കൂസലുമില്ല. അടുത്ത നിമിഷം അവൻ കൈ നീട്ടി ഹോക്കി പവർ ഉപയോഗിക്കുകയാണ്. വെർജസ് അവന്റെ ഷോക്ക് വേവ് പവറും ഉപയോഗിക്കുകയാണ്. 2 പവറുകൾ തമ്മിൽ അങ്ങനെ ഏറ്റുമുട്ടും. ഹോക്കി പവറിന് മുൻപിൽ വെർജസിന് പിടിച്ചു നിൽക്കാനാവില്ല. അവന്റെ ആ വലിയൊരു ആയുധം അതങ്ങനെ തകരുകയാണ്. റെബേക്കയാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ആ ഒരു ഡെവിൾ ഫ്രൂട്ട് അത് അവൾക്ക് നഷ്ടപ്പെടാൻ പോവാണോ? ഇനിയും ഞാൻ ആരുടെയും പിന്നിൽ മറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. മുൻപിലേക്ക് വന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ മുൻപിലേക്ക് കടന്നു വരും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ടോയ് സോൾജിയറിനെ കാണിക്കും. അവനാണെങ്കിൽ ലിഫ്റ്റിലുണ്ടായിരുന്ന എല്ലാ സോൾജിയേഴ്സിനെയും അടിച്ചു താഴെയിട്ട് ഒരു വിധത്തിൽ ആ ലിഫ്റ്റ് കൺട്രോളിലെടുക്കും. പക്ഷെ അപ്പോഴേക്കും ആ ലാവോജി അവിടേക്ക് വന്ന് ടോയ് സോൾജിയറിനെ പിടിച്ച് വലിച്ച് ഞെട്ടിക്കും. ആ ലാവോജി ആണെങ്കിൽ ടോയ് സോൾജിയറിനെ അടിച്ച് താഴെയിട്ട് കണ്ട് ബാക്കിയുള്ള ലിറ്റിൽ പീപ്പിൾസ് അവറ്റുകൾ ഓടി വന്ന് ഇപ്പൊ ലാവോജി ആയിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷേ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ലാവോജി അവന്റെ ഒരു സ്പെഷ്യൽ സ്പെക്സ് എടുത്ത് വെച്ച് അവരുടെ ഓരോ മൂമെന്റ്സും അത് കറക്റ്റായി മനസ്സിലാക്കി എല്ലാത്തിനെയും അടിച്ച് തൂഫാനാക്കുകയാണ്. ആക്ച്വലി ഈ ലാവോജിയുടെ ഡ്യൂട്ടി അത് ടോയ് ഹൗസിന്റെ എൻട്രൻസിലാണ്. പക്ഷെ അവൻ ബൈ മിസ്റ്റേക്കിൽ ലിഫ്റ്റ് കയറി ടോയ് ഹൗസിന്റെ ഒഫീഷ്യൽ റൂമിന്റെ മുൻപിൽ വന്ന് നിന്നു. അതിനുശേഷം അവന്റെ തെറ്റ് മനസ്സിലാക്കി ലിഫ്റ്റ് കയറി വീണ്ടും മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഇവരെ കണ്ടതും ഫൈറ്റ് ചെയ്തതും ഇപ്പോ ലിറ്റിൽ പീപ്പിൾസിനെ എല്ലാം തന്നെ ഈ അവസ്ഥയിലാക്കിയതും. അവൻ ലിറ്റിൽ പീപ്പിൾസിനെ നോക്കി അട്ടിച്ചു പറയും, ഒരു കാരണവശാലും
ടോയ് ഹൗസിന്റെയോ അല്ലെങ്കിൽ ഈ ഫാക്ടറിയുടെ ഉള്ളിൽ കടക്കാനായിട്ട് നിങ്ങളെ എന്നല്ല ഒരു ഇൻക്ലൂഡറിനെ പോലും ഞാൻ അനുവദിക്കില്ല. അതെന്റെ ഡ്യൂട്ടിയാണ്. തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ ടോയ് സോൾജിയർ അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയാൻ ടീം അവരാണെങ്കിൽ ഇപ്പൊ ആ പിക്കയുടെ അറ്റാക്കില് പെട്ട് കിടക്കുകയാണ്. പിക്ക രണ്ട് ചുമരും അതങ്ങനെ അടുപ്പിച്ച് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും അതിലിട്ട് ഞെരുക്കാൻ ശ്രമിക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ സൈസ് വലുതാക്കി മാറ്റി ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എല്ലാവരെയും അവന്റെ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് വരും. സോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് വീശി രണ്ട് ചുമരിലും വലിയ ദ്വാരം ഉണ്ടാക്കും. ലൂഫി എടുത്തു ചാടി അവന്റെ ഗങ് പിസ്റ്റൽ പവർ ഉപയോഗിച്ച് അച്ചറം പൊച്ചറം ഞെട്ടിക്കുകയാണ്. പിക്കയാണെങ്കിൽ വീണ്ടും വീണ്ടും ചുമരുകൾ ക്രിയേറ്റ് ചെയ്ത് ലൂഫി റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കണ്ട സോറോ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ ഇപ്പൊ അതിന്റെ നേർക്ക് എടുത്തു ചാടും. പക്ഷെ അതാണെങ്കിൽ ചുമരുകൾ ഒരു പാ പോലെ മാറ്റി അതങ്ങനെ ഉയർത്തിയും താഴ്ത്തിയും നമ്മുടെ സോറോയെ താഴേക്കിടാൻ ശ്രമിക്കുകയാണ്. സോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് വെച്ച് ആ ചുമരിൽ ആഴത്തിൽ കുത്തി അങ്ങനെ ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. മറ്റൊരു ഭാഗത്താണെങ്കിൽ സാമുറായും ആ കുഞ്ഞിപ്പെണ്ണും അവർക്കാണെങ്കിൽ ഇപ്പൊ എങ്ങനെ പോകണമെന്ന് മനസ്സിലാവില്ല. ആ കുഞ്ഞിപ്പെണ്ണ് പറയും, ആക്ച്വലി നമ്മളിപ്പോ പോകുന്ന ഈ ഒരു വഴി അതൊരല്പം അപകടം പിടിച്ച വഴിയാണ്. നമ്മൾ നേരെ പാലസിലേക്ക് പോയി അവിടുന്ന് ലിഫ്റ്റ് വഴി ആ ടോയ് ഹൗസിലേക്ക് പോയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ അടിപൊളി ആയിരുന്നേനെ. സാമുറായി ആണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. യു ആർ അൺബിലീവബിൾ. നിനക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലൂഫിയുടെ കൂടെ ഒരുമിച്ച് പോവായിരുന്നു. അത് കേട്ട് അവളാണെങ്കിൽ ഫുൾ കലിപ്പാവും. നിന്നോട് ഞാൻ ഒരുപാട് തവണ അത് പറയാൻ ശ്രമിച്ചതാണ്. പക്ഷെ നീ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല. ഞാൻ ഒരുപാട് തവണ പറയാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊന്നും നീ കേൾക്കാൻ തയ്യാറാവാതെ എന്റെ വാ അത് പൊത്തിപ്പിടിക്കുകയായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും മുകളിലേക്ക് പോയി അവിടെയുള്ള ലിഫ്റ്റ് വഴി താഴേക്ക് വരാം. പക്ഷെ നിന്നെ അവരുടെ കണ്ണിൽ പെട്ട അത് വലിയ കുഴപ്പമാണ്. ആ എൻട്രൻസിലും ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ടാവും. അതിനാ സാമുറായി പറയും, കുഴപ്പമില്ല, അതിന് എന്റെ കയ്യിൽ ഒരു ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു വലിയ കല്ലെടുത്ത് അവന്റെ തലയിൽ വെക്കും. അതിനുശേഷം ഒരു മാജിക് ഉപയോഗിക്കുകയാണ്. അവൻ ഞൊടിയിടയിൽ ഇപ്പോ ഡോഫ്ലമിംഗോയെ പോലെ ആയിത്തീരും. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പൊ അവന്റെ പുതിയ ലുക്ക് കണ്ട് ഷോക്ക് ആവുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ ടോയ് ഹൗസിന്റെ എൻട്രൻസ് കാണിക്കും. അവിടെയാണെങ്കിൽ ഇപ്പോഴും നേവി സോൾജിയേഴ്സും ഫ്രാങ്കി ആയിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും കഴിയുന്തോറും ഈ നേവി സോൾജിയേഴ്സിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ മെയിൻ ഹെഡിനാണെങ്കിൽ അതുകൊണ്ട് ഒട്ടും സഹിക്കില്ല. നിങ്ങളെ കൊണ്ട് ഒട്ടും അവനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി ഞാൻ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കളത്തിലിറങ്ങി അവനെ അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് വലിയൊരു വെപ്പൻ ഉപയോഗിച്ച് ഇപ്പൊ ഫ്രാങ്കിയെ ദൂരേക്ക് അടിച്ചിടും. നേവിക്കാരും അവിടെ ഉണ്ടായിരുന്ന വില്ലന്മാരും ആ മെയിൻ വില്ലനും എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കും. പക്ഷെ അടുത്ത നിമിഷം ഫ്രാങ്കി അവനിപ്പോ വീണ്ടും ക്യാഷിലായിട്ട് അങ്ങനെ അവരെ നോക്കി എഴുന്നേറ്റ് നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. എന്നെ അറ്റാക്ക് ചെയ്യുന്ന ഡബിൾ ഫോഴ്സിൽ ഞാൻ തിരികെ നിങ്ങളെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ പവർ വെച്ച് അവരെ എല്ലാവരെയും കിലോമീറ്ററുകൾ ദൂരത്തേക്ക് തെറിപ്പിച്ച് കളയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇവിടെ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ ആദ്യം ആ പിക്കയുടെ കയ്യിൽ ഞെട്ടിക്കും. കട്ടകൾ കൊണ്ട് ക്രിയേറ്റ് ആയ അവന്റെ കൈ പതിയെ തകരുകയാണ്. അതിനുശേഷം കാലിനൊരൊറ്റ ചവിട്ട്, കാലും തകർന്ന് പീക്ക താഴേക്ക് പോവും. ഉടനെ സോറോ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. നീയും വയലറ്റും നിങ്ങൾ എത്രയും വേഗം പോയി ആ ഡോഫ്ലമിംഗോയുടെ കഥ കഴിച്ച് ട്രഫാൽഗർ ലോയെ അദ്ദേഹത്തെ രക്ഷിക്കുക. അത് കേട്ട് അവർ രണ്ടുപേരും ഇപ്പൊ ഡോഫ്ലമിംഗോയെ ലക്ഷ്യമാക്കി ഓടുകയാണ്. ഇവിടെ സോറോ അവനവന്റെ സ്ക്വാഡ്സ് ഒക്കെ എടുത്ത് ആ പീക്ക വില്ലനെ നോക്കി ടെററായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.